നഗരസഭയുടെ സ്വന്തം ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കുന്ന പദ്ധതി 2 കോടി. അടൽ ക്യാൻറ്റീൻ അന്നം അമൃതം പദ്ധതി 2 കോടി. നല്ല ഭക്ഷണം മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്ന പദ്ധതി അന്നം അമൃതം അടൽ ക്യാൻറ്റീൻ. തിരുവനന്തപുരം നഗരസഭയുടെ ജനങ്ങൾക്ക് 20 രൂപ നിരക്കിൽ ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ്. അനന്തോത്സവം കലകൾ ഹൃദയത്തിന്റെ ഭാഷയാണ്. ദേശാന്തരങ്ങൾ കടന്നും ജനങ്ങളെ സ്വാധീനിക്കുന്ന സന്തോഷിപ്പിക്കുന്ന കലകളുടെ ഉത്സവം തിരുവനന്തപുരത്തേക്ക് ഭരണസമിതി കൊണ്ടുവരുന്നു. ഇതിനായി 1 കോടി രൂപ. ശാസ്ത്ര കോൺക്ലേവ് അനന്തമായ ലോകം കൈക്കുമ്പിൽ ഒതുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ശാസ്ത്ര അറിവുകൾ തിരുവനന്തപുരത്തിന് പരിചയപ്പെടുന്ന പദ്ധതി 1 കോടി. കോംപ്രിഹെൻസീവ് ട്രെയിനിങ് 25 ലക്ഷം. വളരെ വേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ കാലാനുസൃതമായ അറിവുകൾ നേടേണ്ടതും പ്രയോഗത്തിൽ വരുത്തേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അതിനൂതനങ്ങളായ സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും പരിശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. സമഗ്രമായ പരിശീലന പദ്ധതിയും ഭരണനിർവഹണത്തിന് ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും. തിരുവനന്തപുരം നഗരസഭയിൽ അന്താരാഷ്ട്ര ഓഫീസ് പ്രവാസി പൗരന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നഗരവുമായി ഇടപെടുന്ന അന്താരാഷ്ട്ര ഏജൻസികൾ, ആഗോള സ്ഥാപനങ്ങളുമായി സഹകരണങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിനായി തിരുവനന്തപുരം നഗരസഭയുടെ ഔദ്യോഗിക ഇടപെടൽ കേന്ദ്രമായ ഒരു അന്താരാഷ്ട്ര ഓഫീസ് സ്ഥാപിക്കും. ഈ ഓഫീസ് ലോകത്തിലെ പ്രമുഖ സിറ്റി ടു സിറ്റി സഹകരണങ്ങൾ വികസിപ്പിക്കുവാനും സിറ്റി ഓഫ് പീസ് പോലെയുള്ള പദ്ധതികൾ, തിരുവനന്തപുരം ഗ്ലോബൽ സമ്മിറ്റ് 2027-28 പോലുള്ള ആഗോള സമ്മേളനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയും നഗരത്തിലേക്ക് അന്താരാഷ്ട്ര കോൺഫറൻസുകളും നിക്ഷേപങ്ങളും ആകർഷിക്കുകയും ചെയ്യും. രാത്രികാല സാമ്പത്തികകാര്യ ഓഫീസ് ഫോർ നൈറ്റ് എക്കോണമി വോളണ്ടിയേഴ്സ് പദ്ധതി 50 ലക്ഷം. സാമൂഹ്യ കർത്തവ്യ ബോധം വളർത്തുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമായി ദേശ സേവനത്തിന് പ്രായഭേദമന്യേ സേവന സന്നദ്ധരായ ജനങ്ങളെ ഒരുമിപ്പിക്കുന്ന പദ്ധതി. ഫിലിം അവാർഡ് സംഘടിപ്പിക്കും. സിനിമാ കലാകാരന്മാരെയും സാങ്കേതിക പ്രവർത്തകരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ വാർഷിക സിനിമ അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിക്കും. നഗരത്തിന്റെ സാംസ്കാരിക പ്രതിച്ഛായ ഉയർത്തുന്നതിനും സൃഷ്ടിപരമായ സിനിമാ രംഗത്തെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ചെയ്യുന്നത് പദ്ധതിയാണ് പ്രധാന ലക്ഷ്യം. 10 ലക്ഷം. പേപ്പർലെസ് കൗൺസിൽ 50 ലക്ഷം. നഗരസഭയുടെ ഭരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിന് പേപ്പർലെസ് കൗൺസിൽ സംവിധാനം നടപ്പിലാക്കും. കൗൺസിൽ യോഗങ്ങളിലെ അജണ്ട, റിപ്പോർട്ടുകൾ, തീരുമാനങ്ങൾ എന്നിവ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാക്കുന്നതിനായി ആധുനിക സൗകര്യങ്ങൾ ലഭ്യമാകും. ഇതുവഴി പേപ്പർ ഉപയോഗം കുറയ്ക്കുകയും ചെലവ് ലാഭിക്കുകയും ഭരണ നടപടികൾ വേഗത്തിലാവുകയും ചെയ്യുന്നതാണ് ലക്ഷ്യം. നഗര ദർശനം നഗരസഭയുടെ മാഗസിൻ 25 ലക്ഷം. നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ, പൊതുപ്രവർത്തനങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, സേവനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നഗരസഭയുടെ സ്വന്തം മാഗസിൻ പ്രസിദ്ധീകരിക്കും. നഗരത്തിലെ നേട്ടങ്ങൾ, പുതിയ പദ്ധതികൾ, നഗരത്തിന്റെ ചരിത്രം, സാമൂഹിക സാംസ്കാരിക പാരമ്പര്യം എന്നിവ പരിചയപ്പെടുത്തുന്നതിന് ഈ മാസിക ഉപയോഗപ്പെടും. പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും പ്രചോദനമാകുന്ന ലേഖനങ്ങൾ കൂടി ഉൾപ്പെടുത്തി മാഗസിൻ തയ്യാറാക്കും. അടൽ സൂപ്പർ മാർക്കറ്റ് നഗരസഭയുടെ സൂപ്പർ മാർക്കറ്റ്. കൗൺസിലർമാർക്കും മുൻ കൗൺസിലർമാർക്കും കോർപ്പറേഷൻ ജീവനക്കാർക്കും ആവശ്യമായ നിത്യോപകരണ സാധനങ്ങൾ ന്യായവിലയിൽ ലഭ്യമാക്കുന്ന കോർപ്പറേഷൻ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ മാർക്കറ്റ് 1 കോടി. പോസ്റ്റർ ഫ്ലെക്സ് ഫ്രീ സോണുകൾ നടപ്പിലാക്കും. നഗരത്തിന്റെ ശുചിത്വവും സൗന്ദര്യവും സംരക്ഷിക്കുന്നതിനായി പൊതുസ്ഥലങ്ങളിൽ പോസ്റ്ററുകളും ഫ്ലെക്സുകളും നിരോധിക്കുന്ന പദ്ധതിയാണ് പോസ്റ്റർ ഫ്ലെക്സ് ഫ്രീ സോൺ. അനധികൃത പോസ്റ്ററുകൾ ഒഴിവാക്കി പരിസ്ഥിതി സൗഹൃദവും ക്രമബദ്ധവുമായ നഗര വികസനം ലക്ഷ്യമിടുന്നു. പോസ്റ്ററുകൾക്ക് ഫ്ലെക്സുകൾക്കും പകരമായി ആധുനിക ദൃശ്യ സൗകര്യമുള്ള LED സീനുകൾ വഴി പരസ്യങ്ങൾ പ്രദർശിപ്പിക്കും. ഇത് നഗരത്തിന്റെ ഭംഗി നിലനിർത്തുന്നതിനൊപ്പം വിവരങ്ങൾ വ്യക്തമായി പ്രചരിപ്പിക്കുന്നതിനും സഹായകരമാണ്. നഗരസഭാ ഓഫീസുകളിലും പാർക്കുകളിലും ബീച്ചുകളിലും ഫ്രീ വൈഫൈ. സ്നേഹസദനം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, റീജിയണൽ ക്യാൻസർ സെന്റർ, ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളുടെ ബന്ധുക്കൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഉള്ളൂർ റെസ്റ്റ് ഹൗസിൽ താമസ സൗകര്യം ഒരുക്കും. കുറഞ്ഞ ചെലവിൽ സുരക്ഷിതവും ശുചിത്വമുള്ളതുമായ താമസ സൗകര്യം ഒരുക്കുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആസ്തി രജിസ്റ്റർ പരിഷ്കരണം 10 ലക്ഷം. വാർഡ് കേന്ദ്രങ്ങൾ സജ്ജമാക്കൽ 75 ലക്ഷം. മണ്ണന്തല മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിന് മുകളിൽ മിനി കമ്മ്യൂണിറ്റി ഹാളും കടമുറികളുടെ നിർമ്മാണം 1 കോടി 50 ലക്ഷം. നഗരസഭാ പരിധിയിലുള്ള സ്റ്റേഡിയങ്ങളിൽ ശുചിമുറി, വിശ്രമമുറി എന്നിവ നിർമ്മിച്ച് ആധുനികവൽക്കരിക്കുന്ന പദ്ധതി 50 ലക്ഷം. നഗരസഭാ ഓഫീസുകൾ ഹെൽപ്പ് ഡെസ്ക് സംവിധാനം 5 ലക്ഷം.
പൗരന്മാർക്ക് നഗരസഭാ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി നഗരസഭാ ഓഫീസുകൾ സ്ഥിരം ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുന്നതാണ്. വിവിധ അപേക്ഷകൾ, നികുതി അടവ്, സർട്ടിഫിക്കറ്റ് ലഭിക്കൽ, ലൈസൻസ് പുതുക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ആവശ്യമായ മാർഗനിർദ്ദേശവും സഹായവും ഒരേ കേന്ദ്രത്തിൽ ലഭ്യമാക്കും. ജനങ്ങളുടെ സംശയങ്ങൾക്കും പരാതികൾക്കും ഉടൻ മറുപടി നൽകുന്നതിനും സേവനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമമാക്കുന്ന പദ്ധതിയാണ് ലക്ഷ്യം. പുത്തരിക്കണ്ടം നെൽകൃഷി 10 ലക്ഷം. നഗരത്തിന്റെ പാരമ്പര്യവും കാർഷിക സംസ്കാരവും സംരക്ഷിക്കുന്നതിനായി പുത്തരിക്കണ്ടത്ത് സ്ഥിരം നെൽകൃഷി ആരംഭിക്കുന്നതാണ്. ഈ കൃഷിയിലൂടെ ലഭിക്കുന്ന പുത്തരി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങിന് ഉപയോഗിക്കുന്ന രീതിയിൽ പദ്ധതി ആവിഷ്കരിക്കും.